ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പാരീസിലെ നമ്മുടെ ഫ്ലാറ്റിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക്. എങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ്, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റും കിച്ചൺ വേസ്റ്റും അല്ലാത്ത വേസ്റ്റും എല്ലാം ഡിസ്പോസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കിച്ചൺ വേസ്റ്റ്. നമുക്ക് ഒരു സ്പെസിഫിക് പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യണം. അപ്പം അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു ബാഗിനകത്ത് സെറ്റാക്കിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മതിലിൻ്റെ ബോർഡർ മതിലിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലോട്ടോ അല്ലെ അപ്പുറത്തെ പറമ്പിലോട്ടോ അപ്പുറത്തെ തോട്ടിലോട്ടൊക്കെ ഇടുന്ന ഒരു സിറ്റുവേഷനാണ് ഞാനൊക്കെ കൊച്ചുനാളിലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ നമുക്ക് പാരീസിൽ ഇതുപോലത്തെ പരിപാടികളൊന്നും കാണിക്കാൻ പറ്റുകയില്ല. എങ്ങാണ് ഇതുപോലത്തെ പരിപാടികൾ വല്ല ഫ്ലാറ്റിലോ അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഫൈൻ തന്നെ നമുക്ക് മേരിയുടെ ഓഫീസിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. മേരി ഓഫീസ് മീൻസ് നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോകാം. നേരെ 0 ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 0 ആയിരിക്കുകയാണ്. സോ ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ വേസ്റ്റ് എടുക്കാം. നമ്മൾ വേസ്റ്റ് എടുക്കാൻ പോയപ്പോൾ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഫ്ലാറ്റിനോട് ചേർന്നിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫ്ലാറ്റിൻ്റെ അധികൃതർ ക്രമീകരിച്ചിരിക്കുന്നത്. സോ ഗൈസ്, നമുക്ക് നേരെ 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 അങ്ങോട്ട് പോകാം. ഇതിൻ്റെ മലയാളം എന്ന് പറയത്തില്ല, ഓർഡർ ജോലിയാണ്. അപ്പം നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തിരുന്നു സമാഷ്. അതുപോലെ തന്നെ ഇതുപോലുള്ള ഓരോ ബാസ്ക്കറ്റും ഉണ്ട്. നമുക്ക് അവിടെ നമുക്ക് വേസ്റ്റ് ഇടാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഔട്ടർ ഏരിയ. കുട്ടികൾ ഒരുപാട് ഇവരുടെ വീഡിയോസും കാര്യങ്ങളും എടുക്കാനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ഹൗസ് ഓണർ അതിലേക്ക് കടന്നു വരുന്നത്. പുള്ളി ഓക്കെ. ഓ ഗൈസ്, നോക്കും. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഫ്ലാറ്റിലൊക്കെ കയറിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ -2. ഓ മൈ ഗോഡ്. പാർഡോ സവാ ഷെഫ്. Bye. ആക്ച്വലി നമ്മുടെ ഫ്ലാറ്റിന് ഗാർഡാണ് ഇവിടെ. പുള്ളി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു പോയി. പുള്ളിയും പേടിച്ചു പോയി. ഓ ഗൈസ്, അവസാനം നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതും നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സെറ്റപ്പാണ്. നമുക്കിതിലേ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റിൻ്റെ പാർക്കിംഗ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇനി നമുക്ക് ഇവിടുന്ന് മുകളിലോട്ടുള്ള എൻട്രി നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓ ഗൈസ്, നോക്കൂ. അങ്ങനെ നമ്മുടെ ചാനൽ ഏകദേശം 800 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സിലോട്ടുള്ള ഒരു പ്രയാണത്തിനാണ് നമ്മുടെ ചാനൽ. ഓക്കെ, ഫ്രാൻസിൽ വന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ്. ഈ ഒരു ചെറിയ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഇൻസ്പിറേഷനാണ് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഒരു കാര്യം കൂടി പറയാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രാൻസിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദ വേൾഡ് നമ്മൾ പറയുകയാണെങ്കിൽ അത് ഫ്രാൻസിൽ തന്നെയാണ്. ഫ്രാൻസിലെ പാരീസിലെയാണ്. അത്രമാത്രം ഇൻ്റർ കണക്ഷനും അതുപോലെ തന്നെ സബ്വേയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. ഇതിനെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് RITP, SNCF തുടങ്ങിയ കമ്പനീസാണ്. നമ്മുടെ ഫ്രാൻസിലെ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക. ഏകദേശം 14ഓളം മെട്രോ, അതുപോലെ തന്നെ 6 ട്രാൻസ്ലിയൻ, ബസ്, ട്രാമും തുടങ്ങിയ ഒരുപാട് ഫെസിലിറ്റീസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിനകത്ത് വരും ദിവസങ്ങളിൽ കാണിക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി ഒളിമ്പിക്സ് വരുന്ന കാരണം 15-16 മെട്രോ വരുന്നു. അപ്പോൾ ഗൈസ്, അതിൻ്റെയൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസും അതുമൊക്കെ ആയിരിക്കും വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ വരുന്ന വരെ ദിസ് ഈസ് മീ സാജൻ. ഐ ആം സൈനിങ് ഔട്ട് ഫ്രം സാജൻ വ്ളോഗ്.